ഇപ്പോൾ നമ്മൾ KPCC ആസ്ഥാനത്തേക്ക് പോവുകയാണ്. അവിടെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപനം നടത്തിയതിന് ശേഷമുള്ള VD സതീശന്റെ ആദ്യ വരവാണ്. പ്രവർത്തകരെല്ലാവരും തടിച്ചുകൂടിയിട്ടുണ്ട്. നമ്മുടെ പ്രതിനിധി M മനോജും ചേരുന്നുണ്ട്. മനോജ്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? VD സതീശൻ KPCC ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വലിയ ആഹ്ലാദാരവങ്ങളാണല്ലോ അവിടെ നിന്നും ഉയരുന്നത്. VD പക്ഷം എല്ലാ പ്രവർത്തകരും അവിടെ എത്തിച്ചേർന്ന് നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു നേരത്തെ തന്നെ. ഇപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. VD സതീശൻ KPCC ആസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. വലിയ ഒരു കൂട്ടം പ്രവർത്തകർ തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം മാധ്യമ പ്രവർത്തകരും. അദ്ദേഹം അകത്തേക്ക് കയറുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച നിമിഷം മുതൽ തന്നെ KPCC ആസ്ഥാനത്ത് നിരവധി പ്രവർത്തകരാണ് തടിച്ചുകൂടി നിന്നത്. അദ്ദേഹം അവിടേക്ക് എത്തും എന്നറിയാമായിരുന്നു. VD സതീശൻ എത്തിയതോടുകൂടി തന്നെ പ്രവർത്തകരുടെയും അണികളുടെയും ഒക്കെ വലിയ ആഹ്ലാദാരവങ്ങൾ മുഴങ്ങുകയും അതനുസരിച്ച് തിക്കും തിരക്കുമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരുടെയും ഒരു വലിയ സാന്നിധ്യം തന്നെ ഉണ്ട്. അങ്ങനെ VD സതീശൻ മുഖ്യമന്ത്രിയായി പ്രഖ്യാപനത്തിന് ശേഷം KPCC ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മനോജ്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? KPCC ആസ്ഥാനത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. VD സതീശന് സ്വീകരണം നൽകുകയാണ് KPCC ആസ്ഥാനത്ത്. വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ എല്ലാവരും ഉണ്ട്. സണ്ണി ജോസഫ്, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരെല്ലാവരും ഉണ്ട്. അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്നു. KPCC ആസ്ഥാനത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, KPCC ആസ്ഥാനത്ത് വലിയ സ്വീകരണം VD സതീശന്. നേതാക്കളെല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. പ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടം തന്നെ കാണുന്നുണ്ട്. പറയൂ. മുഖ്യമന്ത്രിയെ KPCC അധ്യക്ഷൻ KPCC സ്ഥാനത്തേക്ക് ആസ്ഥാനത്തേക്ക് സ്വീകരിക്കുകയും ചെയ്തു. ഏതായാലും വലിയ ആവേശം നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. ശരി പ്രശാന്ത്, വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്.
തിക്കും തിരക്കുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഓഡിയോ സംപ്രേഷണം നമുക്ക് വ്യക്തമായി കേൾക്കാൻ സാധിക്കാത്തതും. കാരണം വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച നിമിഷം മുതൽ തന്നെ KPCC ആസ്ഥാനത്ത് പ്രവർത്തകരുടെയും അണികളുടെയും ഒക്കെ ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തി. ഇപ്പോൾ അദ്ദേഹത്തെ KPCC ആസ്ഥാനത്തേക്ക് എത്തിയപ്പോൾ തന്നെ സ്വീകരിച്ച് അനയിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തെ സ്വീകരിച്ച് ആസ്ഥാന മന്ദിരത്തിനകത്തേക്ക് കയറിയപ്പോൾ പ്രവർത്തകരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടായി. തുടർന്ന് അദ്ദേഹത്തെ ഷോൾ അണിയിച്ച് ആദരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇനി മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം വി ഡി മാധ്യമങ്ങളെ കണ്ടിരുന്നു. കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ KPCC ആസ്ഥാനത്ത് എത്തിയത്. പ്രശാന്ത്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഒരുപക്ഷെ ഇനി KPCC ആസ്ഥാനത്ത് മന്ദിരത്തിൽ നിന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണത്തിന് സാധ്യതയുണ്ടോ? നേരത്തെ തന്നെ വി ഡി മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണല്ലോ. മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇവിടെ അല്പസമയം ചോദിച്ചതിന് ശേഷം തുടർന്ന് യാത്ര തിരിക്കാമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമസഭാ കക്ഷി യോഗം നടക്കുന്നത്. നിയമസഭാ കക്ഷി യോഗത്തിലേക്ക് ആയിരിക്കും അടുത്ത മൃതദേഹം തിരിക്കുക. എന്തായാലും മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് KPCC ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. വി ഡി സതീശൻ വലിയ സ്വീകരണമാണ് വി ഡി സതീശന് മുഖ്യമന്ത്രി വി ഡി സതീശന് KPCC ആസ്ഥാനത്ത് ഒരുക്കിയത്. നിരവധി പ്രവർത്തകർ, നൂറുകണക്കിന് പ്രവർത്തകരിലേക്ക് തടിച്ചുകൂടിയ അദ്ദേഹത്തെ വാഹനത്തിൽ നിന്ന് പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന ആചാരപരമായിട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് തരത്തിലുള്ള വരവേൽപ്പാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നിരവധി പ്രവർത്തകർ, നൂറുകണക്കിന് പ്രവർത്തകരിലേക്ക് ഒഴുകി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ നേതാക്കൾ എത്തി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് ഓഫീസിലേക്ക് കയറുകയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. നിരവധി പ്രവർത്തകരുടെ കുട്ടികൾക്ക് പേച്ച് പുറത്തുപോകുന്നതിന് മധുര പലഹാരങ്ങൾ വിളമ്പി ഇതെല്ലാം ഇപ്പോൾ ഈ വിജയത്തെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നത് ഈ ധന്യമായ ശരി പ്രശാന്തിലേക്ക് എത്താം. തുടരുക. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ KPCC ആസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ ആഹ്ലാദ ആരവങ്ങളോടുകൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് പ്രവർത്തകരും അണികളും. അതിനുശേഷം നേതാക്കന്മാർ അദ്ദേഹത്തെ ഷോൾ അണിയിച്ച് സ്വീകരിക്കുകയുണ്ടായി. ഇനി അദ്ദേഹം അവിടെ നിന്നും നിയമസഭാ കക്ഷി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായിട്ടായിരിക്കും പോകുന്നത്. മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല. വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം വി ഡി സതീശൻ KPCC ആസ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യ സന്ദർശനമാണ് നമ്മൾ കണ്ടത്. പ്രശാന്ത്, ഇനിയുള്ള അദ്ദേഹത്തിന്റെ പരിപാടികൾ ഏത് രീതിയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? പ്രശാന്ത്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? വി ഡി സതീശൻ ഇനി KPCC ആസ്ഥാനത്ത് നിന്നും എങ്ങോട്ടേക്കായിരിക്കും തിരിക്കുക? ഇറങ്ങിയ ഉടനെ തന്നെ പ്രവർത്തകർ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് വരുന്ന നിലയിലേക്കാണ്, ആചാരപരമായി വരവേറ്റുകൊണ്ടുവരുന്ന നിലയിലേക്കാണ് സ്വീകരണം നൽകിയത്. ആ സ്വീകരണം നൽകിയ ശേഷമാണ് ആ തിക്കും തിരക്കിനുള്ളിൽ നിന്നാണ് അദ്ദേഹം KPCC ഓഫീസിലേക്ക് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ KPCC ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച ആ സമയത്തു തന്നെ പ്രവർത്തകരും അണികളുമെല്ലാം KPCC ആസ്ഥാനത്ത് എത്തിച്ചേരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അദ്ദേഹം എത്തിയതോടുകൂടി തന്നെ ആഹ്ലാദ നിമിഷങ്ങൾ അതിൻ്റെ വലിയ രീതിയിലുള്ള ആവേശത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രശാന്ത്, പറയൂ. ശങ്കരത്തമ്പി ഹാളിൽ വെച്ചാണ് ഇത്തരത്തിൽ ഈ നിയമസഭാ കക്ഷിയോഗം നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത തവണ PC വിശ്വനാഥ് ഇപ്പോൾ പുറത്തേക്ക് വരികയും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഇനി തുടർന്ന് ഇവിടെ നിന്നും ഈ ഒരു കൂടിക്കാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹം ഇവിടുന്ന് തിരിക്കുകയും ചെയ്യും. എന്തായാലും KPCC ആസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയായി പ്രഖ്യാപനം നടത്തിയതിനു ശേഷമുള്ള ആദ്യ സന്ദർശനം കൂടിയാണ് ഈ ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. നിരവധി പ്രവർത്തകർ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. രോഹിണി.